ഇത് വന്നതിൽ കൂടുതൽ കനമുണ്ടല്ലടാ. ഇനി അവൻ അങ്ങോട്ട് വല്ലതും കടത്തുന്നുണ്ടോ? ഒന്ന് ചുമ്മാതിരിയടാ, അവൻ്റെ വായിന്നൊന്നും കേൾക്കണ്ട. അവൻ കൊണ്ടുവന്ന കള്ളും കുടിച്ച് അവനെ തന്നെ കുറ്റം പറയണം. എന്താണ് എൻ്റെ അമ്മോ അളിയ രാവിലെ കുപ്പിടാരും പറഞ്ഞുള്ളു. രാവിലെ കുടിക്കണ കാര്യമൊക്കെ പറയണ? അതളിയാ, രാവിലെ വീട്ടിൽ നിന്ന് പോന്നോണ്ട് ചായ കുടിച്ചില്ലെന്ന് പറയായിരുന്നു. ഓ അതായിരുന്ന. അളിയ അവനെവിടെ? ഇന്ന് പോകുന്നില്ലേ? അളിയാ മനു, ദേ നിന്റെ കൂട്ടുകാർ ഇവിടെ കിടന്ന് കയറ് പൊട്ടിക്കുന്നു. വേഗം ഇറങ്ങാൻ നോക്ക്. റെഡി റെഡി, വരുന്നു. ഒന്ന് വേഗം വാ മോനെ. എടാ വരുന്നടാ, ഒരു മിനിറ്റ്. പോയിട്ട് വരാം. ഇതിപ്പോൾ ഞാൻ ആദ്യമായിട്ടാണോ പോകുന്നത്? എൻ്റെ പൊന്നമ്മേ, പോയിട്ട് വരാം. അമ്മേ, ഇതുവരെ കഴിഞ്ഞില്ലേ? നീ പോടാ. അപ്പം ശരി അളിയാ, പോയിട്ട് വരാം. ആയിക്കോട്ടെ, മറക്കരുത്. അതൊക്കെ ശരിയാക്കാം. നിനക്കിതൊരു വിചാരമേ ഉള്ളൂ. ഹലോ, പറയടാ. ഏതാ കമ്പനി വളവാ? ഓക്കേടാ, ഓക്കെ. എടാ ലേറ്റ് ആവല്ലേ, പെട്ടെന്ന് ഇറങ്ങണം. എന്തു പറ്റി? പാർട്ടി പരിപാടി എന്തോ ഉണ്ട് ആ കമ്പനി വളവിൽ. വേഗം വാ. ആ എങ്കിലൊരു 1.5 മണിക്കൂർ പോയി കിട്ടും. എടാ സുധി, നീ ഓർക്കണില്ലേ നമ്മളന്ന് കണ്ണനാക്കാൻ പോയപ്പോൾ ഇതുപോലൊരു പണി കിട്ടിയത്? ആ ഞാൻ ഓർക്കുന്നുണ്ട്. വാ ഇറങ്ങാൻ നോക്ക്. മോനെ, ഇനി വൈകിക്കണ്ട. അച്ഛനോട് പറഞ്ഞിട്ടേ ഇറങ്ങിക്കോളൂ. അപ്പം ശരി അളിയാ. നിങ്ങൾ വണ്ടിയിലിരുന്നോ, ഞാനേ അച്ഛനോട് പറഞ്ഞിട്ട് പെട്ടെന്ന് വരാം. എടാ താമസിക്കല്ലേ. ഇവൻ തിരിച്ചു പോകുന്ന സമയത്ത് എപ്പോഴെങ്കിലും അച്ഛനെ ഈ വീടിന് മുമ്പ് കണ്ടിട്ടുണ്ടോ? ഇതുവരെ ഇല്ല. ഇതിനു മുന്നേ 5 തവണ ഞാൻ ഇവനെ കൊണ്ടാക്കാൻ വന്നിട്ടുണ്ട്. അതെപ്പോഴും അങ്ങനെയാ. അവൻ ഇറങ്ങാൻ നേരത്ത് പുള്ളി പറമ്പിലേക്ക് മുങ്ങും, പിന്നെ അവിടെ വല്ല ചേമ്പും ചേനയൊക്കെ തപ്പി അടക്കും. അതെ, അത് വേറൊന്നുമല്ലെന്നേ. ഇവൻ തിരിച്ചു പോണത് മാത്രം പുള്ളിക്ക് ഇഷ്ടമല്ല. അച്ഛാ, 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 അച്ഛാ. ഞാനിവിടെ ഉണ്ടടാ. ആഹാ, ഇവിടെ നിൽക്കുമായിരുന്നോ? ഇങ്ങോട്ടൊന്ന് വന്നേ, ഞാൻ ഇറങ്ങുവാ. ഇതിന്ന് ഇത്തവണ ഒരു ചക്ക പോലും കിട്ടിയില്ല. എല്ലാം അണ്ണാൻ തിന്ന്. ഞാൻ എപ്പോൾ പോകാൻ ഇറങ്ങിയാലും അച്ഛന് ഇത് തന്നെ പരിപാടി. പോകുന്ന സമയം അച്ഛനെ കാണില്ല. എന്നിട്ട് ചുമ്മാ ചക്ക, മാങ്ങ, അണ്ണാൻ, മരം കൊത്തി. ഒന്ന് പോടാ അവിടെ. അപ്പം ഞാൻ ഇറങ്ങുന്നു. ഇനിയും കഥ പറഞ്ഞു തന്നാലേ ശരിയാവില്ല. പോകുന്ന വഴിക്ക് എവിടെ ബ്ലോക്ക് ഉണ്ടെന്ന് ശ്രുതി പറയുന്നുണ്ടായിരുന്നു. പോട്ടെ. അപ്പം ശരി, പോയിട്ട് വരാം. മോനെ, ആ എന്താ അച്ഛാ? ഈ അച്ഛൻ്റെ ഒരു കാര്യം. എന്താ അച്ഛാ, എന്തു പറ്റി?
ഇനി എന്നാ നീ തിരിച്ചു വരണേ? എൻ്റെ പൊന്നച്ച, ഇതാണോ ഇത്ര വലിയ കാര്യം? അതല്ലടാ മോനെ, ഇതിപ്പോൾ എത്ര നാളായി നീ അവിടെ കിടന്ന് കഷ്ടപ്പെടും, കുടുംബത്തിന് വേണ്ടി പണിയെടുക്കണം. അത് പിന്നെ എല്ലാവരും അങ്ങനെയല്ല അച്ഛ. അച്ഛൻ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. എന്നാലും നിനക്കൊരു ജീവിതം വേണ്ടേ? ഒരു കുടുംബം വേണ്ടേ? അതൊക്കെ എല്ലാം ശരിയാവും. അടുത്ത തവണ വരുമ്പോൾ എല്ലാം സെറ്റാണ്. കുറേ നാളായില്ലേ നീ ഇതൊക്കെ പറഞ്ഞു തുടങ്ങും. മഴ വരുന്നെന്ന് തോന്നുന്നു. നമുക്ക് അങ്ങോട്ട് കയറി നിൽക്കാം. ആ, അപ്പം അച്ഛൻ എന്താ പറഞ്ഞു വന്നത്? കുറച്ച് നാളായില്ലേ നീ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം. അടുത്ത പ്രാവശ്യം വരുമ്പോൾ ശരിയാക്കാം. എപ്പോഴും പറയണ പോലെ അല്ല. ഈ പ്രാവശ്യം അച്ഛൻ പറയണ പോലെ തന്നെ സംഭവിക്കും. ഇത് സത്യം. ഞാൻ ഇനി എത്ര കാലം ഉണ്ടാകുമെന്നറിയില്ല. അതൊക്കെ എനിക്കറിയാം. ഇനിയും ഒരുപാടുണ്ട്. അതല്ലടാ, എനിക്കൊരാഗ്രഹം. ആഹാ, എന്താണ് ഇത്ര വലിയ ആഗ്രഹം? അതെ, ഇപ്പം എനിക്കതൊരു വലിയ ആഗ്രഹം. അതെന്താണേലും ഞാൻ സാധിച്ചു തരും. അച്ഛൻ ധൈര്യമായിട്ട് പറഞ്ഞു. പെട്ടെന്ന് പറ. ദേ എൻ്റെ ഫ്ലൈറ്റ് മിസ്സാവും. പിന്നെ ഞാൻ ഇവിടെ തന്നെ നിൽക്കേണ്ടി വരും. അതെ, അത് തന്നെയാണ് എൻ്റെ ആഗ്രഹം. കുറച്ചു കാലം നിന്റെ കൂടെ ഇങ്ങനെ. അച്ഛാ, അച്ഛാ, ഇനി ഞാൻ വന്നു കഴിഞ്ഞു ഒരു തിരിച്ചുപോക്കുണ്ടാവില്ല. സത്യം. ഇനി ഞാൻ തിരിച്ചു പോകില്ല അച്ഛാ. ഇനിയെന്നും ഞാൻ അച്ഛൻ്റെ കൂടെ ഉണ്ടാവും. അച്ഛനെല്ലാം മനസ്സിലാവും. മോനെ എഴുന്നേൽക്ക്. എഴുന്നേൽക്ക് മോനെ, എഴുന്നേൽക്ക്. മോനെ, മോനെ, നിക്കട അവിടെ. അച്ഛനെ ഇട്ട് ഇങ്ങനെ ഓടിക്കാതെ